അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ശ്രീമതി സുഷമ എം ടീച്ചർ, ബഹുമാന്യയായ നമ്മുടെ എച്ച്.എം. ഹമീല ബീവി ടീച്ചർ, മറ്റു പ്രിയ അധ്യാപകരെ, അനധ്യാപകരെ, സ്നേഹം നിറഞ്ഞ കുട്ടികളെ, ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ പരിപാടികളിലൂടെ 2024-25 വർഷത്തെ സയൻസ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. 1969 ജൂലൈ 21 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ അത് മനുഷ്യരാശിയുടെ തന്നെ ഒരു വൻ കുതിച്ചുചാട്ടമായിരുന്നു. അതിന്റെ ഓർമ്മയ്ക്കായി നാം ഓരോ വർഷവും ജൂലൈ 21 ചാന്ദ്രദിനമായി ആഘോഷിച്ചു വരുന്നു. ഈ അവസരത്തിൽ ഇതിന്റെ ഭാഗമായി ചാന്ദ്രദിന ക്വിസ്, പോസ്റ്റർ രചന, ചാന്ദ്രയാത്രയുടെ നാൾ വഴികളിലെ ചുമർ പത്രിക തയ്യാറാക്കൽ, പഠനയാത്ര എന്നിങ്ങനെ നിരവധി പ്രോഗ്രാമുകൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇന്നത്തെ ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യയായ എച്ച്.എം. ഹമീല ബീവി ടീച്ചറിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ ശ്രീ കെ.സി. രഘുനാഥ പിള്ളയെ, അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി സുഷമ അവർ ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, അധ്യാപക അനധ്യാപക സഹപ്രവർത്തകരെ, ഇന്നിവിടെ നടക്കുന്നത് സയൻസ് ക്ലബിന്റെ ഉദ്ഘാടനമാണ്. ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് പ്രധാനമായും നമ്മൾ ഈ ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ജൂലൈ 21 ഞായറാഴ്ച ദിവസം ആയിരുന്നു അന്ന് നടത്തേണ്ട പ്രവർത്തനങ്ങളും തുടർന്നുള്ള ക്ലാസുകളുമാണ് ഇവിടെ ഇന്ന് നടത്തപ്പെടുന്നത്. 1969 ജൂലൈ 21 അമേരിക്കൻ ശാസ്ത്രജ്ഞനായ നീൽ ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തുന്നത്. ഇതും മാനവരാശിയിൽ തന്നെ ഒരു നാഴികക്കല്ലായി മാറിയ ഈ ദിനം ജൂലൈ 21 എല്ലാ വർഷവും. സ്നേഹമുള്ള അധ്യാപകർ, മറ്റ് വിശിഷ്ടാതിഥികൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. എന്നെപ്പറ്റി ഇവിടെ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ സ്കൂളിലും കോളേജിലും ഒക്കെ ഇതുപോലെ ഇൻട്രാക്ഷൻ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ കിട്ടുന്ന അവസരങ്ങൾ എന്തുകൊണ്ടും നമുക്ക് ഊർജം പകരുന്നതാണ്. കാരണം പുതിയ തലമുറ അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ ബാല്യകാലം കൂടി നമ്മൾ ഒരു ബിസിനസ് ഫാമിലിയിലായിരുന്നു അദ്ദേഹം. പക്ഷേ ചെറുപ്പകാലം മുതലേ സയൻസും ടെക്നോളജിയോടും ഒക്കെ വളരെ ആഭിമുഖ്യം പുലർത്തുന്ന ആളായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ആദ്യകാല ഇസ്രോയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ അഹമ്മദാബാദ് യൂണിറ്റിലായിരുന്നു ജോയിൻ ചെയ്തത്. അപ്പം അവിടുത്തെ അദ്ദേഹം തുടങ്ങിയ ആദ്യമായിട്ട് ഇസ്രോ തുടങ്ങുമ്പോൾ 60കളിൽ ഒരു ചെറിയ വീട്ടിലായിരുന്നു തുടങ്ങിയത്. വീട്ടില് റൂമും കിച്ചണും ഒക്കെ ഇതിന്റെ സയൻസ് എക്സ്പെരിമെന്റ്സിന്റെ ഒക്കെ ഭാഗമാക്കി അങ്ങനെ ഒരു വീട്ടിലാണ് ആദ്യമായിട്ട് ഇസ്രോ തുടങ്ങിയത്. അപ്പൊ അത് നമ്മുടെ സ്പേസ് പ്രോഗ്രാമിൽ നമ്മളെ മുന്നോട്ട് നയിച്ച സയന്റിസ്റ്റുകളാണ്, ശാസ്ത്രജ്ഞന്മാരാണ്. കലാം സാറും പ്രൊഫസർ റാവു, ഡോക്ടർ ശ്രീനിവാസൻ നായർ സാർ, അങ്ങനെ കിരൺകുമാർ സാർ. അങ്ങനെ കിരൺകുമാർ സാർ ഞാൻ ഇസ്രോയിൽ ജോയിൻ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു ആദ്യം ജോയിൻ ചെയ്തത്. 1987 ജോയിൻ ചെയ്തു അദ്ദേഹം. നോക്കൂ, ഈ നമ്മളെ റേസ്, അൾട്രാവയലറ്റ് റേസ്, അങ്ങനെയൊക്കെയുള്ള റേഡിയേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ സ്പേസ് സ്യൂട്ടുകൾ ആവശ്യമാണ്. അതുപോലെ തന്നെ സീറോ ഗ്രാവിറ്റി ഇല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂട്ടന്റെ പ്രിൻസിപ്പിൾ. നമ്മൾ താഴോട്ട് ഗ്രാവിറ്റി, ആപ്പിൾ താഴോട്ട് വീണത് ഗ്രാവിറ്റി ഉണ്ടാകും. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഔട്ടർ സ്പേസിൽ ഗ്രാവിറ്റി ഇല്ല, ആകർഷണം ഇല്ല. അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്ത്
ഉണ്ടാകും കേട്ടോ. അപ്പൊ അതൊക്കെയാണ് സ്പേസിന്റെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ്. അപ്പൊ ഈ റോക്കറ്റ് എന്ന് പറയുന്നത് എന്താണ് റോക്കറ്റ്? റോക്കറ്റ് എന്ന് പറയുന്നത് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത് വാഹനം. വാഹനം എന്ന് പറയുന്നതാണ് റോക്കറ്റ് എന്ന് പറയുന്നത് ഒരു വാഹനമാണ്. എന്താണ്, ആരാണ് അതിന്റെ യാത്രക്കാരൻ എന്ന് പറയുന്നത്? ഉപഗ്രഹം. യാത്രക്കാരനും വാഹനം, ലോഞ്ച് വെഹിക്കിൾ, ഉപഗ്രഹം, സാറ്റലൈറ്റ്. ഓക്കെ, വളരെ ക്ലിയർ ഡിമാർക്കേഷൻ. ഒരു സംശയം തോന്നരുത്. ഉപഗ്രഹം എന്ന് പറയുന്ന വെച്ചുകൊണ്ടാണ് റോക്കറ്റ് പോകുന്നത്. ഒരു 15-20 മിനിറ്റ് കൊണ്ട് റോക്കറ്റ് ഭ്രമണപഥത്തിൽ എത്തും. ആ 15 മിനിറ്റേ ഉള്ള അതിന്റെ ലൈഫ്, റോക്കറ്റിന്റെ ലൈഫ് എന്ന് പറയുന്നത്. അതിനുശേഷം ഉപഗ്രഹം അവിടെ കണ്ടിന്യൂ ചെയ്യും. ഉപഗ്രഹം 5-10 വർഷങ്ങളൊക്കെ ലൈഫ്. അപ്പൊ ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ് റോക്കറ്റിന്റെ? ന്യൂട്ടന്റെ ഏത് തത്വമാണെന്ന് ആർക്കെങ്കിലും പറയാം? ന്യൂട്ടന്റെ തേർഡ് ലോ, എവരി ആക്ഷൻ ദെയർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മളൊരു ബലൂൺ വീർപ്പിച്ചതിന് ശേഷം നമ്മൾ ബലൂൺ കൈകൊണ്ട് വിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബലൂണിന്റെ ആ അകത്തുള്ള കാറ്റ്, വായു ഒരു സൈഡിൽ കൂടെ പുറത്തു പോകും, എതിർ ദിശയിലേക്ക് ബലൂൺ പോകും. അതാണ് ബേസിക് പ്രിൻസിപ്പിൾ. അതാണ് ന്യൂട്ടന്റെ തേർഡ് ലോ അല്ലെ എന്ന് പറയുന്നതിന്റെ കൂട്ട്. നോക്കൂ, ഇവിടെ നമ്മള് ഇന്ധനം, ഈ ചേംബർ, കമ്പസ്റ്റൻ ചേംബർ നമ്മൾ കാണിച്ചിരിക്കുന്നു. ആ കമ്പസ്റ്റൻ ചേംബറിനകത്ത് നമ്മൾ ഇന്ധനം കത്തിക്കുന്നു. ഇന്ധനം കത്തിക്കുമ്പോൾ ഹൈ പ്രഷർ ഗ്യാസ് ഉണ്ടാകും. ആ ഹൈ പ്രഷർ ഗ്യാസ് നോസിലിൽ കൂടെ പുറത്തോട്ട് പോകുമ്പോൾ റോക്കറ്റ് ഓപ്പോസിറ്റ് സൈഡിലൂടെ പോകും. നമ്മുടെ ബലൂണിന്റെ അതേ പ്രിൻസിപ്പിൾ. ഒരു സൈഡിൽ കൂടെ കാറ്റ് പോകുമ്പോൾ ബലൂൺ ഓപ്പോസിറ്റ് ദിശയിൽ പോകുന്നതിന്റെ കൂട്ട് തന്നെ ഈ ചേംബറിനകത്ത് ഇന്ധനം കത്തിക്കുമ്പോൾ ഹൈ ടെമ്പറേച്ചർ ഗ്യാസ് നോസിലിൽ കൂടെ പുറത്തോട്ട് പോകും, ഓപ്പോസിറ്റ് ദിശയിൽ നമ്മുടെ റോക്കറ്റ് പോകും. അതാണ് ബേസിക് പ്രിൻസിപ്പിൾ. അപ്പൊ റോക്കറ്റിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ ബേസിക്കലി എന്തോ ഖര ഇന്ധനം, സോളിഡ് പ്രൊപ്പല്ലൻസ് ഉണ്ട്, പിന്നെ ദ്രവരൂപത്തിലുള്ള ഇന്ധനമുണ്ട്, ലിക്വിഡ് പ്രൊപ്പലന്റ്. പിന്നെ ലിക്വിഡ് പ്രൊപ്പലന്റിൽ തന്നെ 2 ടൈപ്പ് പ്രൊപ്പലന്റ് ഉണ്ട്. ഒന്ന് സാധാരണ ഊഷ്മാവിൽ വർക്ക് ചെയ്യുന്ന, ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന ഇന്ധനമുണ്ട്. മറ്റൊന്ന് ക്രയോജനിക് ഇന്ധനം, ക്രയോജനിക് പ്രൊപ്പലൻസ്. അപ്പം സാധാരണ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ഉപയോഗിക്കുന്നത് ഖര ഇന്ധനമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ദ്രാവകരി, എർത്ത് സ്റ്റോറബിൾ പ്രൊപ്പലൻസ് എന്ന് പറയുന്നത് UDMH, N2O4, നൈട്രിക് ഓക്സൈഡും UDMH, MMH പറയുന്ന മോണോമിനൈൽ ഹൈഡ്രാസിൻ. അത് ഓർഗാനിക് കോമ്പൗണ്ട് ആണ്, ലിക്വിഡ് ആണ്. അതിന്റെ ടെമ്പറേച്ചർ സാധാരണ 20 ഡിഗ്രിയിലാണ്. 20 ഡിഗ്രി മിക്സ് ചെയ്യുമ്പോൾ അത് തന്നെ കത്തും. അതിന് വേറെ ഇഗ്നേഷൻ ഒന്നും വേണ്ട, അത് കത്തും. അതുപോലെ നമ്മൾ പറയുന്ന ക്രയോ ഇന്ധനം എന്ന് പറയുന്നത് ലിക്വിഡ് ഓക്സിജൻ, ലിക്വിഡ് ഹൈഡ്രജൻ, അത് മിക്സ് ചെയ്തിട്ട് കത്തിക്കണം. സ്പാർക്ക് കൊടുക്കുമ്പോൾ അത് കത്തും. അപ്പം ഖര ഇന്ധനം, സോളിഡ് പ്രൊപ്പലൻസ് ദ്രവരൂപത്തിലുള്ളതുകൊണ്ട് സെമി ക്രയോ കൂടെ ഉണ്ട്. സെമി ക്രയോ എന്ന് പറയുമ്പോൾ നമ്മളെ ലിക്വിഡ് ഓക്സിജനും കരസിൻ, നമ്മുടെ മണ്ണെണ്ണ, പ്യൂരിഫൈ ചെയ്ത മണ്ണെണ്ണ, അത് മിക്സ് ചെയ്തിട്ട് സെമി ക്രയോ എന്ന് പറയും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പല ടൈപ്പിലുള്ള ഇന്ധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്? ഒരു ഇന്ധനം മാത്രമേ ഖര രൂപത്തിലുള്ള ഇന്ധനം മാത്രമേ ഉപയോഗിച്ച് ചൂടാൻ പോരായിരുന്നു ഇല്ലേ? ഈ ക്വസ്റ്റ്യൻ സാധാരണമായിട്ട് ചോദിക്കും. നമ്മൾ പറയത്തില്ലേ, നമ്മുടെ മൈലേജ് എന്ന് പറയത്തില്ലേ, വണ്ടിയുടെ മൈലേജ് 20 കിലോമീറ്റർ ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഇമ്പൾസ്. അതായത് 1 കിലോ പ്രൊപ്പലന്റ് ഇന്ധനം എടുത്താൽ ഏറ്റവും കൂടുതൽ പേരോട് കൊണ്ടുപോകാൻ പറ്റുന്ന ക്രയോജനിക് പ്രൊപ്പലന്റ് ഉപയോഗിക്കുമ്പോൾ. മനസ്സിലായോ? ഓക്കെ. ഇത് അപ്പൊ ഇനി റോക്കറ്റുകൾ നമുക്ക് പ്രധാനമായും 3 തരത്തിലുള്ള റോക്കറ്റുകളാണ് നമുക്ക് ഉള്ളത്. ഒന്ന് സൗണ്ടിങ് റോക്കറ്റ് എന്ന് പറയും. സൗണ്ടിങ് റോക്കറ്റാണ്. നിങ്ങൾ പലരും തുമ്പയിലോ വല്ലതും പോയിട്ടുണ്ടെങ്കിൽ തുമ്പയിൽ ഇടുന്ന റോക്കറ്റുകളെല്ലാം സൗണ്ടിങ് റോക്കറ്റുകൾ എന്നാണ് പറയുന്നത്. സൗണ്ടിങ് എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യുക. ഓക്കെ, സൗണ്ടിങ് എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യുക. അപ്പൊ ഈ സൗണ്ടിങ് റോക്കറ്റുകൾ ബേസിക്കലി നമ്മൾ അന്തരീക്ഷത്തിനെ പറ്റി പഠിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സൗണ്ടിങ് റോക്കറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ
അതിനകത്ത് പേലോഡുണ്ട്. പേലോഡ് മുകളിൽ കൊണ്ടുപോയിട്ട് ആ പേലോഡിനെ മുകളിലേക്ക് വിടും. അത് പാരച്യൂട്ടോ ബലൂണോ ഒക്കെ ആയിട്ട് അത് പതുക്കെ താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടി ആ പേലോഡിനകത്ത് നമ്മുടെ അന്തരീക്ഷത്തിലെ പ്രഷർ മെഷർ ചെയ്യാനുള്ള എക്യുപ്മെന്റ് ഉണ്ടാകും, ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ളതുണ്ടാകും, അയൺ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാനുള്ളതുണ്ടാകും. അങ്ങനെ അറ്റ്മോസ്ഫിയറിനെ കൂടി കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ആ ബലൂണോ അല്ലെങ്കിൽ പാരച്യൂട്ടിലോ ഉണ്ടാകും. അതിങ്ങനെ പതുക്കെ ഒരു 10-15 മണിക്കൂർ കൊണ്ട് പതുക്കെ താഴെ വരും. അപ്പൊ അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് അനുസരിച്ച് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ഡെൻസിറ്റി ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതെന്ത് അവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യും, നമ്മൾ ആ ഡേറ്റ ഇവിടെ റിസീവ് ചെയ്യും. അതാണ് സൗണ്ടിങ് റോക്കറ്റ്. സൗണ്ടിങ് റോക്കറ്റിന്റെ അകത്ത് നമ്മൾ ഒരു ഉപഗ്രഹത്തെ നമ്മൾ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നില്ല. അത് ഒരു SLVക്ക് അതിന്റെ 115 കിലോ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. എന്നാൽ SLVക്ക് 40 കിലോ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നു. അടുത്തതാണ് PSLV, GSLV. ഓക്കെ, PSLV പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയും. PSLV നമുക്ക് പോളാർ എന്ന് പറഞ്ഞാൽ അറിയാം, ധ്രുവം. അപ്പൊ ധ്രുവത്തിന്റെ അരികത്തൂടുള്ള ഭ്രമണപഥത്തിൽ നമ്മൾ വിക്ഷേപിക്കുന്ന ഉപഗ്രഹത്തെയാണ് പോളാർ ഉപഗ്രഹങ്ങൾ എന്ന് പറയും. പോളാർ. അപ്പൊ ആ പോളാർ ഉപഗ്രഹത്തെ വിക്ഷേപിക്കുന്ന ലോഞ്ച് വെഹിക്കിൾ റോക്കറ്റിനാണ് PSLV, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അപ്പൊ പോളാർ ഓർബിറ്റിൽ എന്തുകൊണ്ടാണ് നമ്മൾ വിക്ഷേപിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, നമ്മൾ PSLV വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളെല്ലാം നമ്മുടെ IRS റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകളെയാണ് വിക്ഷേപിക്കുന്നത്. റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകൾ. റിമോട്ട് സെൻസിങ് എന്ന് പറയുമ്പോൾ ഉപഗ്രഹത്തിൽ നിന്ന് നമ്മളെ ഭൂമിയുടെ ഫോട്ടോ പടം എടുക്കാനും ഭൂമിയെ പറ്റി പഠിക്കാനും വേണ്ടി വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളെയാണ് റിമോട്ട് സെൻസിങ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ റിമോട്ട് സെൻസിങ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്നത് എന്താണ്? PSLV. അങ്ങനെയുള്ള അതിന്റെ ഒരു കണ്ടീഷനാണ് പോളാർ ഓർബിറ്റിൽ വിക്ഷേപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയുടെ പടം എടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? അതുകൊണ്ടാണ് അതിന്റെ ഏകദേശം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 1000 കിലോമീറ്റർ, 800-1000 കിലോമീറ്റർ ഒക്കെ ഹൈറ്റിലാണ് നമ്മൾ ഈ ഉപഗ്രഹത്തെ വിക്ഷേപിക്കുന്നത്. PSLV റിമോട്ട് സെൻസിങ് ഉപഗ്രഹത്തെ വിക്ഷേപിക്കുന്നത് ഏകദേശം 1000 കിലോമീറ്റർ ഹൈറ്റ്. എന്നാൽ GSLV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് GSLV. വാർത്താവിനിമയം വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളെയാണ് GSLV ഉപഗ്രഹങ്ങൾ, GSLV റോക്കറ്റുകൾ. GSLV ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്ന GSLV റോക്കറ്റുകൾ, ജിയോ സിൻക്രോണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, GSLV റോക്കറ്റുകൾ. GSLV എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? ജിയോ സിൻക്രോണസ് എന്ന് പറഞ്ഞാൽ ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്ന 24 മണിക്കൂറിൽ ഒരു പ്രാവശ്യമല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത് ഭൂമി തിരിയുന്നത്. അപ്പൊ അതേ സ്പീഡിലാണ് ഈ ഉപഗ്രഹവും ഭ്രമണപഥത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ഉപഗ്രഹത്തിന്റെ സ്പീഡ് 24 മണിക്കൂറിൽ ഒരു പ്രാവശ്യം ഭൂമിയെ കാണും. മനസ്സിലായി? അപ്പം നമ്മുടെ GSLV Mark 2 ഉണ്ട്, GSLV Mark 3. അതിന് GSLV Mark 3 ഏകദേശം 5000 കിലോ പേലോഡ് 36,000 കിലോമീറ്റർ ഹൈറ്റ് കൊണ്ടുപോകാനുള്ള ശേഷിയാണ്. ഓക്കെ, ഈ GSLV Mark 3 ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചന്ദ്രയാനൊക്കെ ലോഞ്ച് ചെയ്തതും അതുപോലെ തന്നെ ഈ വരാൻ പോകുന്ന ഗഗൻയാനും ഇതിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. കണ്ടില്ലേ, ഏറ്റവും ടോപ്പിന് കുറച്ച് മോഡിഫിക്കേഷൻ വരും, അത്രയേ ഉള്ളൂ അതിന്റെ വ്യത്യാസം. അപ്പൊ ഇതൊരു എക്സ്പ്ലോർഡ് വ്യൂ ആണ് റോക്കറ്റിന്റെ. നിങ്ങൾക്കറിയാം, നമുക്ക് അതിന്റെ ഓരോ 3 ഘട്ടങ്ങളുണ്ട്. ഒരു റോക്കറ്റിന് പല ഘട്ടങ്ങളുണ്ടായിരിക്കും. ഇതിന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 3 ഘട്ടങ്ങളുണ്ട്. ഏറ്റവും മുൻപിലാണ് ഇതാണ് ഉപഗ്രഹം. ഏറ്റവും ടോപ്പിലാണ് ഉപഗ്രഹം. ചോദിച്ചാൽ അന്തരീക്ഷത്തിൽ കൂടി റോക്കറ്റ് പോകുമ്പോൾ ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവും, ഊഷ്മാവ് ഭയങ്കര ടെമ്പറേച്ചർ ഉണ്ടാവും. ആ ടെമ്പറേച്ചറിൽ നിന്നും ഉപഗ്രഹത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആ പേരോട് പേര് എന്ന് പറയും. അത് ഹീറ്റ് ഷീൽഡ് എന്ന് പറയും. ടെമ്പറേച്ചറിൽ നിന്ന് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ളത്. അതിന്റെ താഴെയായിട്ട് നോക്കാം, നമുക്ക് ക്രയോജനിക് സ്റ്റേജ് ഉണ്ട്. അതിന്റെ താഴെ നമ്മുടെ ലിക്വിഡ് സ്റ്റേജ് കണ്ടില്ലേ, ലിക്വിഡ് സ്റ്റേജ് ഞാൻ പറഞ്ഞില്ലേ, N2O4 MMH. അതുപോലെ തന്നെ ഉപഗ്രഹമൊക്കെ എല്ലാം വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഇതെല്ലാം കൂടെ ശ്രീഹരിക്കോട്ട നമ്മൾ അസംബിൾ ചെയ്യും.
അസംബ്ലിയുടെ ഒരു ഫോട്ടോയാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്തത്. അപ്പം നമ്മുടെ ഇത് മുമ്പേ പറഞ്ഞല്ലോ, സൺസിങ്ക്രോൺ ഇതാണ് 35,786 കിലോമീറ്റർ ഹൈറ്റിൽ ഇത് ജിയോസിങ്ക്രോണസ് ഓർബിറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സൺസിങ്ക്രോണസ് ഓർബിറ്റ് ഓൾറെഡി നമ്മൾ സംസാരിച്ചതാണ്. അപ്പൊ ഇസ്രോയുടെ ഞാൻ പറഞ്ഞത് മെയിൻ ലോഞ്ച് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ശ്രീഹരിക്കോട്ടയാണ്. ശ്രീഹരിക്കോട്ട ലോഞ്ച് പാടുണ്ട്, GSLVക്ക് ലോഞ്ച് പാടുണ്ട്, PSLVക്ക് ലോഞ്ച് പാടുണ്ട്. അവിടെ നിന്ന് ലോഞ്ച് പാടിയിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ദൂരത്താണ് നമ്മുടെ കൺട്രോൾ സെന്റർ. കൺട്രോൾ സെന്ററിൽ നിന്ന് കമാൻഡ് കൊടുത്തിട്ടാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അപ്പൊ ഇത് ഈ റോക്കറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ സോളിഡ് ഖര ഇന്ധനമുള്ള സ്റ്റേജ് അതിന്റെ കൂടെ ഖര ഇന്ധനം അതിന്റെ കൂടെ തന്നെ ഉണ്ടാകും. അത് ഉണ്ടാക്കുമ്പോൾ തന്നെ കാണും. ഒരു ദിവസം മുമ്പാണ് ഈ ഖര ലിക്വിഡ് ഇന്ധനം നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇന്നാണ് ലോഞ്ചെങ്കിൽ ഇന്നലെ നമ്മളെല്ലാം ഫിറ്റ് ചെയ്യും. പിന്നെ ഓരോ ഓപ്പറേഷൻസ് എല്ലാം ചെയ്യും, ടെസ്റ്റ് ചെയ്യും, എല്ലാം തറവായി ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം ഓട്ടോമാറ്റിക് ലോഞ്ച് സീക്വൻസ് ആണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട്, നമ്മൾ റൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കഴിയുമ്പോൾ ലിഫ്റ്റ് ഓഫ് ആണ്. ഓക്കെ, അപ്പൊ ഈ കൺട്രോൾ സെന്റർ എന്ന് പറയാൻ ഏകദേശം 6 കിലോമീറ്റർ ദൂരത്താണ് നമ്മുടെ കൺട്രോൾ സെന്റർ. അപകടമൊന്നും ഉണ്ടായാലും നമുക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ആണ്. അപ്പൊ ഇതിലെ ആപ്ലിക്കേഷനെ പറ്റി നിങ്ങൾക്കറിയാം, ഇതിനെക്കാട്ടി കൂടുതലായിട്ട് അറിയാം. ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ IRS റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റിന്റെ ഒക്കെ പ്രയോജനങ്ങൾ, ഭൂമിയുടെ ഫോട്ടോ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് ഭൂമിയുടെ ഫോട്ടോ എന്തിനാണ് എടുക്കുന്നത്? പല കാര്യങ്ങളുണ്ട്. അത് മിലിറ്ററി പർപ്പസിനുണ്ട്. അതല്ലാതെ നമുക്ക് ഈ നമ്മുടെ അഗ്രികൾച്ചറിൽ ഇപ്പം നമ്മൾ ഒരു രാജ്യത്ത് എന്തുമാത്രം നെല്ല് ഉത്പാദനം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഗോതമ്പ് ഉത്പാദനം എത്ര നടക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും ഈ ഇമേജ്, ഇതിന്റെ ഭൂമിയുടെ ഈ എടുക്കുന്ന ഫോട്ടോയിൽ നിന്ന്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഒരുപക്ഷെ നമ്മൾ പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കാം. അതുപോലെ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാനുള്ള നടപടികൾ എടുക്കാം. അങ്ങനെയൊക്കെ പല പ്രയോജനങ്ങളുണ്ട്. അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് സൈക്ലോൺ ഒരാഴ്ച മുമ്പേ തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സൈക്ലോൺ ഇപ്പം ഇന്ന ആന്ധ്രയിൽ അല്ലെങ്കിൽ ഒറീസ തീരത്ത് എന്നെത്തും, കറക്റ്റായിട്ട് ഏത് സമയത്ത് എത്തും എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. എൻ്റെ ഒക്കെ ചെറുപ്പകാലത്തൊക്കെ ഈ ചുഴലിക്കാറ്റടിച്ച് ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു പോകുമായിരുന്നു. പക്ഷെ ഇന്നതൊന്നും നമ്മൾ കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ആൾക്കാരെ അവിടെ മാറ്റി പാർപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഏത് സ്ഥലത്താണോ സൈക്ലോൺ വരുന്നത് അതിനനുസരിച്ചിട്ട് ആൾക്കാരെ ഗവൺമെന്റ് നടപടികൾ എടുക്കും, അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കും. അത് ഒരു മേജർ നമ്മുടെ പ്രയോജനമാണ്. രണ്ടാമത് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ. ഞാൻ പറയണ്ട, നമ്മളിത് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ, നെറ്റ്വർക്ക്, ലാൻ, ഇന്റർനെറ്റ്, ബാങ്കിങ് എല്ലാം ഇപ്പൊ നോക്കൂ. കഴിഞ്ഞ ആഴ്ചയിൽ മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർ പണിമുടക്കപ്പെടുന്നതിൽ എന്തൊക്കെ സംഭവിച്ചു? 186 ഫ്ലൈറ്റുകളായി ഇന്ത്യയിൽ തന്നെ നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പം നെറ്റ്വർക്കിംഗ്, കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് അറിയാവുന്നത് എല്ലാം നമ്മുടെ എല്ലാം മൊബൈൽ ഫോൺ ഓഫായി പോയി കഴിഞ്ഞാൽ ഒന്ന് ഓർത്ത് പോകും. നമുക്ക് ബാങ്കിങ്ങും പല കാര്യങ്ങളും. അപ്പൊ അത് ഞാനിപ്പം ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ മംഗൾയാൻ മിഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മംഗൾയാൻ എടുത്ത ചില ഫോട്ടോസ് ആണിത്. ചന്ദ്രയാൻ 2 നിങ്ങളൊക്കെ ചന്ദ്രയാൻ റോവർ, അതിന്റെ ലാൻഡർ, ഓർബിറ്റർ, അസ്ട്രോണോട്ട് ഇരിക്കാൻ പോകുന്ന ഇവിടെയാണ്. ഇതിനകത്താണ് അസ്ട്രോണോട്ട് ഇരിക്കുന്നത്. ഇതിന്റെ സപ്പോർട്ടിംഗ് മോഡ്യൂളാണ്. അപ്പൊ ഈ അടുത്ത വർഷമോ ഒരുപക്ഷെ അതിന്റെ പിന്നത്തെ വർഷമോ ഇതിന്റെ ലോഞ്ച് ഉണ്ടാകും. അപ്പൊ ഇത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് 16 മിനിറ്റിനുള്ളിൽ നമ്മൾ ഓർബിറ്റിൽ എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓർബിറ്റർ മോഡ്യൂള് അത് പിന്നീട് തീരുമാനിക്കും എത്ര ദിവസം നമ്മളെ സ്പേസിൽ അസ്ട്രോണോട്ടില് അവിടെ നിൽക്കണമെന്നുള്ളത് പിന്നീട് അവസാനമായിരിക്കും തീരുമാനിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ തിരിച്ചിറക്കുമ്പോൾ കണ്ടില്ലേ, അത് ഡീബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഡീബൂസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്പീഡ് കുറയ്ക്കുക. അപ്പൊ അതിനെ തിരിച്ച് ഓറിയന്റ് ചെയ്തിട്ട് തിരിച്ച് ഫയർ ചെയ്യുമ്പോൾ സ്പീഡ് കുറയ്ക്കാൻ പറ്റും. സ്പീഡ് കുറച്ചിട്ട് പിന്നീട് പാരച്യൂട്ടും ഒക്കെ ആയിട്ട് കണ്ടില്ലേ ഇത്
ഡീബൂസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യും. ക്രൂ മോഡ്യൂൾ മാത്രമാകും. എന്നിട്ട് പാരച്യൂട്ടും ഒക്കെ ഡിപ്ലോയ് ചെയ്തിട്ട് കണ്ടില്ലേ, ഡിപ്ലോയ് ചെയ്തിട്ട് കടലിലിറങ്ങും. അതാണ് എൻ്റെ പ്രോസസ്. ഇസ്രോയില് നമ്മൾ ആൾക്കാരെ ഇങ്ങനെ നിങ്ങൾക്കൊക്കെ ജോലി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ സാധാരണ രീതിയിലുണ്ടാകും. ഇസ്രോയില് നോക്കൂ, IT കഴിഞ്ഞ ആൾക്കാർ ഇസ്രോയിൽ എടുക്കും. IT കഴിഞ്ഞ ആൾക്കാരെ അത് അവരാ ടെക്നീഷ്യൻസ് ആയിട്ട് എടുക്കും. അവരൊക്കെയാണ് ഈ റോക്കറ്റിലെ ഇലക്ട്രിക്കൽ വർക്കുകളുണ്ടല്ലോ, വയർ ചെയ്യുന്നതും ഒക്കെ ഇന്റർ കണക്ട് ചെയ്യുന്നതും ഒക്കെ അവർ. അതുപോലെ തന്നെ മെക്കാനിക്കൽ ആൾക്കാർ ഒക്കെ എടുക്കും. ഓരോ ഫാബ്രിക്കേഷൻ പ്രോസസ്സിനും ഒക്കെ IT കഴിഞ്ഞ ആൾക്കാരെ എടുക്കും. അവരെ എംപ്ലോയ്മെന്റിൽ നിന്നാണ് വിളിച്ചിട്ട് അവരുടെ ടെസ്റ്റ് നടത്തിയാണ് എടുക്കുന്നത്. എംപ്ലോയ്മെന്റിൽ നിന്ന് സീനിയോറിറ്റി അനുസരിച്ച് വിളിച്ചിട്ട് ടെസ്റ്റ് നടത്തിയിട്ടാണ് എടുക്കുന്നത്. അതുപോലെ ഡിപ്ലോമ കഴിഞ്ഞ ആൾക്കാർ, 3 വർഷം ഡിപ്ലോമ കഴിഞ്ഞ ആൾക്കാർ അവരെ വിളിച്ചിട്ട് ടെസ്റ്റ് നടത്തി എടുക്കാറുണ്ട്. പിന്നെ ഈ BTech, MTech ഒക്കെ കഴിഞ്ഞ ആൾക്കാരെ എടുക്കാറുണ്ട്. BTech ഒക്കെ അറിയാമല്ലോ. ഈ BTech IIT-കളിൽ അതുപോലെ തന്നെ ഇസ്രോയ്ക്ക് തന്നെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, IIST എന്ന് പറയുന്നത്, ഇസ്രോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പ്രിഫറൻസ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജും, ഈവൻ മിക്കവാറും എല്ലാ എഞ്ചിനീയറിംഗ് കോളേജും ഇസ്രോ പോയിട്ട് ടെസ്റ്റ് നടത്തുന്നു. ആദ്യം ടെസ്റ്റ് നടത്തി പിന്നീട് ഇന്റർവ്യൂ നടത്തിയിട്ട് റിക്രൂട്ട് ചെയ്യും. അപ്പൊ ഇതുകൂടാതെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, ക്ലർക്കിൽ ആ രീതിയിലുള്ള ക്ലറിക്കൽ സ്റ്റാഫിന് വേണ്ടി കൂടെ അതുപോലെ ടെസ്റ്റ് നടത്തും. അങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്കൊക്കെ ഈ മേഖലയിൽ നിങ്ങൾക്ക് പരിശ്രമിക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോരുത്തരുടെ ഭാവിയിലെ വെഹിക്കിൾ ഡയറക്ടറോ മിഷൻ ഡയറക്ടറോ ഒക്കെ ഒരുപക്ഷെ നിങ്ങളിൽ ഇരിക്കുന്ന പല ആൾക്കാരും ആയിരിക്കും. അപ്പോൾ എല്ലാ നന്മകളും നിങ്ങൾക്ക് നേരുന്നു. അപ്പോൾ നോക്കൂ, ഇത് ഈ സയൻസ് എല്ലാവരും സ്പേസ് സയന്റിസ്റ്റുകളാകണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അവരവർ സ്വയം ഒരു വിശകലനം ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണ് നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ ടാലന്റ് ഏതിലാണെന്ന് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക. അപ്പൊ ആ ടാലന്റിനനുസരിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കാൻ, മുന്നോട്ട് പഠിക്കാനും സ്പെഷ്യലൈസേഷൻ തിരഞ്ഞെടുക്കാൻ. ഞങ്ങൾ പഠിച്ച സമയത്തേക്ക് കല്ല റെസണൻസ് എന്ന് പറയത്തില്ലേ, സയൻസ് ആൾക്കാർക്കറിയാം. അപ്പൊ അഭിരുചി കണ്ടുപിടിക്കുക, അതിനനുസരിച്ച് വർക്ക് ചെയ്യുക, അല്ലേ? അഭിരുചി കണ്ടുപിടിച്ചെന്നിരിക്കട്ടെ. അപ്പൊ പിന്നെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കലാം സാർ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു വലിയ സങ്കല്പം എടുക്കുക, അല്ലേ? ഒരു വലിയ സങ്കല്പം. കലാം സാർ പറഞ്ഞ എന്താണ്? സ്വപ്നം കാണാൻ പറഞ്ഞു. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എല്ലാവരും സ്വപ്നം കാണണമെന്ന് കലാം സാർ പറഞ്ഞിട്ടുണ്ട്. എന്ത് ഉറങ്ങുമ്പോൾ നമ്മൾ കാണുന്നതല്ല സ്വപ്നം, അദ്ദേഹം നിർവചിച്ചിട്ടുണ്ട്. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം. നമ്മളെ ഉറങ്ങാൻ നമ്മളെ സമ്മതിക്കാത്ത നമ്മുടെ ചിന്തകളിൽ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണോ അതാണ് നമ്മുടെ സ്വപ്നം. അപ്പൊ എല്ലാവരും നോക്കൂ, ഒരു തൊഴിൽ നേടുക എന്ന് മാത്രമല്ല നമ്മുടെ സങ്കല്പം. അതിനപ്പുറം വേണ്ടി വന്ന ഒരു തൊഴിൽ ദാതാവായിട്ട്, ഒരു 100 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു തൊഴിൽ ദാതാവായിട്ട് തീരണം. അങ്ങനെ ഒരു സങ്കല്പം എടുക്കുക. മനസ്സിലായില്ലേ? അപ്പം നിങ്ങളുടെ അഭിരുചി കണ്ടുപിടിച്ചു, നിങ്ങളൊരു വലിയ സങ്കല്പം എടുക്കുന്നു. ആ സങ്കല്പം എടുത്താൽ മാത്രം മതിയോ? അതിനനുസരിച്ചിട്ട് കഠിനാധ്വാനം കൂടെ ചെയ്യണം. ഹാർഡ് വർക്ക്, അല്ലേ? കഠിനാധ്വാനത്തിന് പകരം വെക്കാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. എന്താണെന്നറിയാം? കഠിനാധ്വാനം. അല്ല, വേറെ ഒന്നുമില്ല. കഠിനാധ്വാനത്തിന് പകരം വെക്കാൻ വേറെ ഒന്നുമില്ല. ഹാർഡ് വർക്ക്, അല്ലേ? പക്ഷെ ഹാർഡ് വർക്ക് മാത്രം ചെയ്താൽ പോലെ. ഹാർഡ് വർക്ക്, എനിക്കറിയാം പല കുട്ടികൾ നോക്കൂ, നമുക്കെല്ലാം 24 മണിക്കൂറുണ്ട്. പ്രൈം മിനിസ്റ്റർക്ക് 24 മണിക്കൂറാണ്, CM-ന് 24 മണിക്കൂർ, നമ്മൾക്കും 24 മണിക്കൂറേ ഉള്ളൂ. ഇവിടെ ഏറ്റവും ടോപ്പിൽ വരുന്ന കുട്ടികൾ, അവർക്കും 24 മണിക്കൂറേ ഉള്ളൂ, നമുക്കും 24 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ ചില കുട്ടികൾ മാത്രം ഏറ്റവും ടോപ്പിൽ എത്തുന്നു. എന്തുകൊണ്ടാണ്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ പറയാം അവർക്ക് ബുദ്ധി കൂടുതലുണ്ട്. അങ്ങനെയൊന്നും അല്ല. ബുദ്ധി മിക്കവാറും എല്ലാവർക്കും ഒരുപോലെ ഉള്ളൂ. ഐൻസ്റ്റീനും ന്യൂട്ടനും ഒക്കെ ഒരുപക്ഷെ കുറച്ച് എക്സ്ട്രാ കഴിവുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ബാക്കി മിക്കവാറും നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ബുദ്ധിയൊക്കെ ഏകദേശം ഒരുപോലെ. നമ്മളെ എന്താണ്? ഏകാഗ്രമായിട്ടുള്ള ഒരു മനസ്സ്.
ഫോക്കസ്ഡ് മൈൻഡ്. അങ്ങനെയുള്ള മൈൻഡോട് കൂടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ മുൻപിലെത്തുന്നത്. ഏകാഗ്രത, മനസ്സിന്റെ ഏകാഗ്രത വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്കറിയാം ചില ആൾക്കാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിച്ചുകൊണ്ടിരിക്കും. പക്ഷെ വളരെ ഇവൻ സെക്കൻഡ് ക്ലാസ് പോലും വായിക്കാത്ത എന്റെ ക്ലാസ്മേറ്റുകളെ എനിക്കറിയാം. അപ്പം ഏകാഗ്രമായിട്ടുള്ള മനസ്സ്. അപ്പൊ എന്തുകൊണ്ടാണ് ഏകാഗ്രത? എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ഈ ലെൻസ് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ പിന്നെ സൂര്യപ്രകാശം തീപ്പെട്ടി കോലില് ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ തീപ്പെട്ടി കത്തുവാൻ, നിങ്ങൾ ചെയ്യുമോ എന്നറിയത്തില്ല, സയൻസ് ചെയ്യുമ്പോൾ അത് കത്താനുള്ള ഊർജമാണ് സൂര്യപ്രകാശത്തിനുണ്ട്. അതുപോലെയാണ് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഊർജ്ജസ്വലമായിട്ടുള്ള മനസ്സുണ്ടാകും. നമ്മൾ അതിന്റെ ഏറ്റവും മുൻപന്തിയിൽ എത്താൻ കഴിയും. എന്തുകൊണ്ടാണ് അങ്ങനെ ഏകാഗ്രമല്ലാത്ത നമ്മുടെ മനസ്സ്? ഏകാഗ്രമല്ലാത്ത എന്തുകൊണ്ടാണ്? മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സെന്ന് പറഞ്ഞാൽ ഒരു ഊർജമാണ്, എനർജിയാണ്. നമ്മുടെ മനസ്സെന്ന് പറഞ്ഞ ഒരു എനർജിയാണ്. മനസ്സിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ചിന്തയാണ്. ചിന്തകളെ ഉണ്ടാക്കുക, ചിന്ത ആണ് മനസ്സിന്റെ ഒരു സ്വഭാവം. നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പലരും ഇവിടെ ഇരിക്കുന്നവർ തന്നെ വേറെ പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ടാകും, ഇല്ലേ? അപ്പം എന്തുമാത്രം കൂടുതൽ ചിന്തകൾ നമ്മളിൽ ഉണ്ടാകുന്നോ അതിനനുസരിച്ച് നമ്മുടെ എനർജി, മനസ്സിന്റെ ഊർജം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകും അതിലെല്ലാം. മനസ്സിലായില്ലേ? നമ്മുടെ എന്തുമാത്രം കൂടുതൽ ചിന്തകൾ ഉണ്ടാകുന്നോ ആ ഊർജം. നോക്കൂ, 100 എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് മനസ്സിന്റെ ഊർജമെങ്കിൽ 10 ചിന്തകൾ ഉണ്ടെങ്കിൽ ഈ ഒരുപോലെ നമ്മൾ വിഭജിച്ചാൽ 10 കാണത്തുള്ളൂ ഒരു കാര്യത്തിൽ മനസ്സിന്റെ ഊർജം. എന്നാൽ ഏകാഗ്രമായിട്ടുള്ള ഒരു മനസ്സ്, നമ്മുടെ വാട്സാപ്പ് മെസ്സേജസ്, ഫേസ്ബുക്ക് മെസ്സേജസ്, ഇതൊക്കെ നമ്മുടെ അറ്റൻഷനെ ഡൈവേർട്ട് ചെയ്യും. നമ്മുടെ ചിന്തകൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നതായിരിക്കും ക്രിക്കറ്റ് അല്ലെങ്കിൽ വേറൊരു, ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇത് നമ്മുടെ എന്താണോ നമ്മൾ ചെയ്യുന്നത് ആ കാര്യത്തിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. ആഹാരം കഴിക്കുമ്പോൾ ആഹാരം കഴിക്കും, കളിക്കുമ്പോൾ കളിക്കുന്നു. അപ്പം ഏകാഗ്രമായിട്ടുള്ള ഒരു മനസ്സ്. ഓക്കെ, അപ്പം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അപ്പം 1-2 ടിപ്പുകളിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ അത് ഉപകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് പറഞ്ഞാൽ രാവിലെ നമുക്ക് അപ്പം നമ്മൾ രാവിലെ ഏറ്റവും നല്ല സമയം എന്ന് പറയാൻ രാവിലെ നിങ്ങൾ എഴുന്നേക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. പക്ഷെ നിങ്ങൾ അലാറം വെക്കും, 4:30 അലാറം വെക്കും, എന്നിട്ട് അലാറം ഓഫ് ചെയ്യും, വീണ്ടും കിടന്ന് ചിലപ്പോൾ ഉറങ്ങും, ഇല്ലേ? അതാണ് വീക്ക് മൈൻഡ് എന്ന് പറയുന്നത്. വീക്ക് മൈൻഡ്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനസ്സാണെങ്കിൽ എന്ത് ചെയ്യും? എഴുന്നേക്കും, ഇല്ലേ? എഴുന്നേക്കും. നമ്മുടെ കമ്മിറ്റ്മെന്റ്സ്, ഇല്ലേ? അതുപോലെ തന്നെ നോക്കൂ, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മൈൻഡ് സ്ട്രോങ് മൈൻഡ് ആണോ വീക്ക് മൈൻഡ് ആണോ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാം. ഉദാഹരണമായിട്ട് നിങ്ങൾക്കൊരു തൊണ്ടയ്ക്ക് വേദന ഉണ്ടായെന്ന് വിചാരിക്കുക. നിങ്ങൾ സ്കൂളിൽ വന്നു, നിങ്ങളുടെ സുഹൃത്ത് തിരിച്ചു പോകുമ്പോൾ വിളിക്കുന്നു, നമുക്കൊരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിളിക്കുന്നു. അപ്പം നിങ്ങൾ അതിന് പോകും, ഐസ്ക്രീം കഴിക്കുക. കഴിച്ചു കഴിഞ്ഞാൽ തൊണ്ടവേദന കൂടും എന്ന് ഉറപ്പാണ്. അപ്പം ഐസ്ക്രീം നിങ്ങൾ ആ കുട്ടിയുടെ കൂടെ പോയി കഴിക്കുവാണെങ്കിൽ നിങ്ങളുടെ വീക്ക് മൈൻഡാണ്. അതല്ല, ആ ടെംപ്റ്റേഷനെ നമ്മൾ അതിജീവിക്കാൻ പറ്റുവാണെങ്കിൽ സ്ട്രോങ് മൈൻഡാണ്, അല്ലേ? നിങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങളുടെ സ്ട്രോങ് മൈൻഡാണോ വീക്ക് മൈൻഡാണോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫോക്കസ്ഡ് മൈൻഡ് വേണം, ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പം നിങ്ങൾ വേറൊരു കാര്യം ചെയ്യാന്ന് പറയാൻ, നിങ്ങൾ ഒരു ദിവസം പഠിക്കാനിരിക്കുമ്പോൾ, രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ഒരു പേപ്പർ എടുത്ത് അന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെയാണോ പഠിക്കുന്നത് അതെല്ലാം ആ പേപ്പറിൽ വളരെ ബ്രീഫായിട്ട് എഴുതി വെക്കുക. ഫിസിക്സ് എടുക്കുക, ഫിസിക്സ് അതിൻ്റെ അണ്ടറിൽ ന്യൂട്ടൺസ് മോഷൻ, ലോസ് ഓഫ് മോഷൻ, അല്ലെങ്കിൽ ആ എന്തൊക്കെ ആണോ പഠിക്കുന്നത് അതെല്ലാം ബ്രീഫായിട്ട് ഓരോ ക്രിസ്പ് പോയിന്റായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം എന്തൊക്കെ പഠിച്ചു അത് വെട്ടുക. ഉച്ചയ്ക്ക് വീണ്ടും അതൊന്ന് നമ്മൾ ആ പേപ്പറിൽ കൂടെ ഒന്ന് കണ്ണോടിക്കുക. വീണ്ടും എന്തൊക്കെ പഠിച്ചു അത് വീണ്ടും വെട്ടുക. വൈകിട്ട് വീണ്ടും നമ്മൾ പഠിക്കാനിരിക്കുന്നു, അത് പഠിച്ചു കഴിയുമ്പോൾ അത് വീണ്ടും പഠിച്ചതെല്ലാം
സ്ട്രൈക്ക് ഔട്ട് ചെയ്യും. നോക്കൂ, ഇന്ന് വളരെ ഇഫക്റ്റീവാണ് നിങ്ങളുടെ ഇഫിഷ്യൻസി, നിങ്ങളുടെ കാര്യക്ഷമത, പഠിക്കാനുള്ള കാര്യക്ഷമത ഒരു 100% ഇത് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. ഞാൻ പറഞ്ഞു പോകുന്നത് സിമ്പിൾ കാര്യമായിരിക്കാം, പക്ഷെ നിങ്ങൾ ഒരു മാസമെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കും. ഇന്ന് ഈ മിക്ക എല്ലാ ഓർഗനൈസേഷൻസിലും ഈ മാനേജേഴ്സ് ടോപ്പ് മാനേജ്മെന്റുകളെല്ലാം അവരെല്ലാം ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ആഴ്ചത്തെ കൂടെ ചെയ്താൽ അത്രയും നല്ലത്. ഇനി ചെയ്യാൻ പറ്റി അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തെ നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പേപ്പറിൽ എഴുതിയിട്ട് ഇങ്ങനെ ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഇന്നിപ്പോ ഒരു കാര്യം നമ്മൾ പഠിക്കുന്നു, ആ പഠിച്ച കാര്യം നമ്മൾ ഒരു 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ മനസ്സിൽ കൂടി ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. മനസ്സിൽ ഒന്ന് ബുക്ക് നോക്കാതെ മനസ്സിൽ കൂടി ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഈ പേപ്പർ ഉണ്ടാവില്ല, നിങ്ങൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്ത ആ പേപ്പർ ഉണ്ടാവില്ല, ആ പേപ്പർ വെച്ചിട്ട് ന്യൂട്രസ് തേർഡ് ലോ ഇന്നതാണ് മനസ്സിൽ പറഞ്ഞു നോക്കുക. ഇത് നിങ്ങൾ ഒരു ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ വീട്ടിൽ പഠിക്കാൻ ഇരിക്കുമ്പോൾ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോൾ, നിങ്ങൾ സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ ഫാസ്റ്റായിട്ട് മനസ്സിൽ കൂടി നമ്മൾ ഇത് ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ 5 മിനിറ്റിനുള്ളിൽ ഒരു വിഷയം നമുക്ക് ഫാസ്റ്റായിട്ട് ഓർത്തെടുക്കാൻ പറ്റും, വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ടോട്ടൽ വിഷയം ഒരു 10 മിനിറ്റ് കൊണ്ട് ടോട്ടൽ നിങ്ങൾ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും. അങ്ങനെ ഓർത്തെടുത്താൽ ഒരിക്കലും നിങ്ങളിത് പിന്നീട് മറക്കത്തില്ല. നിങ്ങൾ 2 ആഴ്ച കൂടുമ്പം ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ ഇത് മറക്കത്തില്ല. മനസ്സിലായി? അപ്പം ഈ 2 പോയിന്റാണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. പിന്നീട് മൂന്നാമത്തെ ഒരു കാര്യം കൂടെ ചെയ്യാമെന്ന് പറഞ്ഞാൽ, നമ്മുടെ രക്ഷിതാക്കള് നിങ്ങൾക്ക് വളരെയധികം കഷ്ടപ്പെട്ടാണ് നിങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത് അല്ലേ? സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഒത്തിരി പേര് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മുടെ രക്ഷകർത്താക്കളുടെ ആ കഷ്ടപ്പാടിനെ പറ്റി ഒന്ന് ഓർക്കുക. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു പ്രചോദനം തരും. എനിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എന്റെ സാമ്പത്തികമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു അത് നമുക്ക് കൂടുതൽ മുന്നോട്ട് പഠിക്കാൻ പ്രചോദനം. ഓക്കെ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ ഈ റോക്കറ്റ്, ഞാൻ പറഞ്ഞല്ലോ റോക്കറ്റിന്റെ പല ഘട്ടമായിട്ട് റോക്കറ്റ് ഇങ്ങനെ ഇരിഞ്ഞ് അതിൽ ഓരോ ഘട്ടം താഴെ വീഴും. നമ്മൾ ഇഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഘട്ടം എരിഞ്ഞ് താഴെ വീഴും, രണ്ടാമത്തെ ഘട്ടം എരിഞ്ഞ് താഴെ വീഴും, മൂന്നാമത്തെ ഘട്ടം, അങ്ങനെ അവസാനം നമ്മുടെ ഉപഗ്രഹം മാത്രം അവശേഷിക്കും ഭ്രമണപഥത്തിൽ അല്ലേ? റോക്കറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ഒരു ഭയങ്കര ത്യാഗമാണ്, ഉപഗ്രഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വലിയ ത്യാഗമാണ്. സ്വയം എരിഞ്ഞ് ഇല്ലാതാകുകയാണ് റോക്കറ്റ് ഉപഗ്രഹത്തിന് വേണ്ടി അല്ലേ? അതുപോലെയാണ് നമ്മുടെ രക്ഷകർത്താക്കളും ടീച്ചേഴ്സും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ വലിയ നിലയിൽ എത്തിക്കാൻ വേണ്ടി അവർ കഷ്ടപ്പാടും സഹിക്കുകയാണ്. അത് ഓർമ്മയിൽ കൊണ്ടിരുക. ഓക്കെ, അപ്പം ഞാൻ അധികം സമയമെടുക്കില്ല. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഏകാഗ്രതയെ പറ്റി നമ്മൾ പറഞ്ഞു ഇല്ലേ? മനസ്സിന്റെ ഏകാഗ്രത എങ്ങനെ ഏകാഗ്രത ഉണ്ടാക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന്, എന്തായാലും നമ്മുടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതും ഒക്കെ നമ്മൾ കുറച്ച് കൊണ്ടുവന്നിട്ട് നമ്മുടെ വേണ്ട കാര്യങ്ങളിൽ മാത്രം നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക. അത് ഒരു സയന്റിഫിക്കായിട്ട് ചില ടെക്നിക്കുകളുണ്ട് നമ്മുടെ ഏകാഗ്രത കൂട്ടാൻ വേണ്ടി. സയന്റിഫിക്കായിട്ടുള്ള ചില ടെക്നിക്കുകളുണ്ട്, മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നോർത്ത് ഇന്ത്യയിലൊക്കെ പല ഈ ബീഹാറിലെ, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിലെ സ്കൂളുകളിലെ പഠിപ്പിക്കുന്ന ഒരു ടെക്നിക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഒരു 5 മിനിറ്റ് എടുക്കത്തുള്ളൂ. മനസ്സിന്റെ ഏകാഗ്രത കൂട്ടാൻ വേണ്ടി ഉള്ള ഒരു സയന്റിഫിക് ടെക്നിക്ക്. ഇത് ഡൽഹി 1996 ഡൽഹി IIT ഇതിന്റെ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് നടത്തിയിരുന്നു. അതിനകത്ത് പേപ്പറുകളൊക്കെ പരീക്ഷിച്ചു, അതുപോലെ തന്നെ ഇതിനെ പറ്റിയുള്ള പഠനങ്ങൾ നടത്തി പേപ്പറൊക്കെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കുട്ടികളിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം അവർക്കുണ്ടായ പഠിക്കാനുള്ള പുരോഗതിയെ പറ്റി അവർ പേപ്പറൊക്കെ പബ്ലിഷ് ചെയ്തു. ഇതിന് ജാതി മതം ഒന്നുമില്ല, ഏവർക്ക് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ്. അപ്പൊ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും
ശ്വാസം ഉണ്ടല്ലോ, ഇല്ലേ? ശ്വാസം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും ശ്വാസമുണ്ട്. പക്ഷെ ശ്വാസത്തെ നമ്മൾ അറിയുന്നുണ്ടോ? ശ്വാസത്തെ ആരെങ്കിലും അറിയുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ശ്വാസത്തെ അറിയാൻ ശ്രമിക്കുന്നു. സാധാരണ ശ്വാസത്തെ അറിയാൻ ശ്രമിക്കുന്നു. പ്രാണായാമമല്ല. പ്രാണായാമത്തിൽ നമ്മൾ ദീർഘമായിട്ട് നമ്മൾ ഒരു മൂക്കിൽ കൂടെ ശ്വാസം എടുക്കും, മറ്റേ മൂക്കിൽ കൂടെ വിടും, അങ്ങനെയല്ല. ഇത് നമ്മളിൽ ഉള്ള സാധാരണ ശ്വാസത്തെ നമ്മൾ അറിയാൻ ശ്രമിക്കും. എവിടെയാണ് അറിയാൻ ശ്രമിക്കുന്നത്? മൂക്കിന്റെ നാസാദ്വാരത്തിന്റെ ആ ഭാഗത്തായിട്ട് അകത്തോട്ട് പോകുന്ന ശ്വാസത്തെയും പുറത്തോട്ട് പോകുന്ന ശ്വാസത്തിന്റെയും സ്പർശം നമ്മൾ അറിയാൻ ശ്രമിക്കും. ചെറിയുടെ മുകളിലായിട്ട് ഈ ഭാഗത്തായിട്ട് ശ്വാസത്തിന്റെ സ്പർശം അറിയാൻ ശ്രമിക്കുകയാണ് ഈ ടെക്നിക്കിന്റെ ക്രിസ്പായിട്ടുള്ള പോയം. നോക്കൂ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസം ഇപ്പൊ അറിയാൻ പറ്റും. ഈ ഭാഗത്തൊന്ന് എല്ലാവരും ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളുടെ ഈ മൂക്കിന്റെ നാസാദ്വാരത്തിന്റെ ഭാഗത്തായിട്ട് ശ്വാസം അറിയാൻ പറ്റുന്നുണ്ടോ? ഇനി സാധാരണ ഇതിൽ ഇപ്പം അറിയാൻ പറ്റത്തില്ല. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ദീർഘമായിട്ടുള്ള ശ്വാസം നമ്മൾ 2-3 ശ്വാസം എടുത്തിട്ട് വിടുക. ദീർഘമായിട്ടുള്ള ശ്വാസം എടുത്തിട്ട് വിടുക. എന്നിട്ട് 2-3 ശ്വാസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ സാധാരണ ശ്വാസത്തിലോട്ട് നമ്മൾ പോകും. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രദ്ധ പോകും. പെട്ടെന്ന് നമ്മുടെ വേറെ ചിന്തയൊക്കെ നമ്മൾ വേറെ ചിന്തകളിലോട്ട് പോകും. വീണ്ടും നമ്മുടെ ചിന്ത ഈ ഭാഗത്തോട്ട് കൊണ്ടുവരണം. വീണ്ടും നമ്മുടെ ശ്രദ്ധ പോകും. വീണ്ടും ശ്രദ്ധ കൊണ്ടുവരും. നമ്മൾ 2 മിനിറ്റ് നമ്മൾ ഈ പ്രോസസ് ഒന്ന് ചെയ്യാം കേട്ടോ. എല്ലാവരും സഹകരിക്കണം. 2 മിനിറ്റ്. ഓക്കെ, എല്ലാവരും കണ്ണടച്ചാൽ. ലെറ്റ് us close our eyes for 2 minutes. എല്ലാവരും ഇൻകമിങ് ബ്രത്ത്. ശ്വാസം നമ്മൾ നാസാദ്വാരത്തിന്റെ ഭാഗത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നു. അകത്തോട്ട് പോകുന്ന ശ്വാസവും പുറത്തോട്ട് പോകുന്ന ശ്വാസത്തിന്റെയും സ്പർശം നമ്മൾ അറിയാൻ ശ്രമിക്കുക. സാധാരണ ശ്വാസം. എല്ലാവരും കണ്ണടയ്ക്കണം. ഓക്കെ, സാധാരണ ശ്വാസം നമ്മൾ ശ്രദ്ധിക്കുന്നു. ശ്വാസം അറിയാൻ പറ്റുന്നില്ല എങ്കിൽ ദീർഘമായിട്ടുള്ള 2-3 ശ്വാസം എടുത്ത് വിടുക. ദീർഘമായിട്ടുള്ള 2-3 ശ്വാസം എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും സാധാരണ ശ്വാസം അറിയാൻ ശ്രമിക്കും. ശ്വാസത്തിന്റെ സ്പർശം നോക്കൂ. നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് മറ്റു സ്ഥലത്തോട്ട് പോകും. വീണ്ടും ശ്രദ്ധയെ ആസ്വാദനത്തിന്റെ ഭാഗത്തായിട്ട് തിരിച്ചു കൊണ്ടുവരിക. വീണ്ടും ശ്രദ്ധ പോകും. വീണ്ടും ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുവരിക. നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ശ്രദ്ധയെ തിരിച്ച് ആസ്വാദനത്തിന്റെ ഭാഗത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ശ്വാസം അകത്തോട്ട് പോകുന്നു, ശ്വാസം പുറത്തോട്ട്. ശ്വാസം അറിയാൻ പറ്റുന്നില്ല എങ്കിൽ ദീർഘമായ ശ്വാസം 2-3 ശ്വാസം എടുക്കുന്നു. വീണ്ടും സാധാരണ ശ്വാസത്തിലോട്ട് നമ്മൾ തിരിച്ചു വരും. Incoming breath, outgoing breath. അകത്തോട്ട് പോകുന്ന ശ്വാസം, പുറത്തോട്ട് പോകുന്ന ശ്വാസം. ഓക്കെ, എല്ലാവർക്കും കണ്ടു തുറക്കാം. നോക്കൂ, നമ്മളിപ്പോൾ ശ്വാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം നമ്മുടെ എത്ര പെട്ടെന്നാണ് നമ്മുടെ ശ്രദ്ധ മറ്റ് കാര്യങ്ങളിലോട്ട് പോകുന്നത്, ഇല്ലേ? 2-3 ശ്വാസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രദ്ധ പോകും. അതാണ് നമ്മുടെ മനസ്സിന്റെ ഒരു അവസ്ഥ. അതാണ്. അതുകൊണ്ടാണ് ഏകാഗ്രമായിട്ടുള്ള മനസ്സ് വേണമെന്ന് നമ്മൾ പറയും. 10 മിനിറ്റും വൈകിട്ട് ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് വീട്ടിൽ ശീലിക്കാവുന്നേ ഉള്ളൂ. ഇതിന് പറയുന്ന ആനാപ്പാന മെഡിറ്റേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ആനാപ്പാന മെഡിറ്റേഷൻ, ANAPANA, ആനാപ്പാന മെഡിറ്റേഷൻ. യൂട്യൂബില് നിങ്ങൾക്ക് അടിച്ചിട്ട് നോക്കാം, ആനാപ്പാന മെഡിറ്റേഷൻ ബൈ SN ഗോയൽ. പല സ്കൂളുകളിലും നോർത്ത് ഇന്ത്യയിൽ
രാവിലെ അസംബ്ലി സെഷനിൽ ഇത് 5 മിനിറ്റ് ശീലിപ്പിക്കുന്നുണ്ട്, വൈകിട്ട് അങ്ങനെ ശീലിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഇത് 5 മിനിറ്റ് നിങ്ങൾക്ക് ബെഡിൽ തന്നെ ഇരുന്ന് ചെയ്യാം. അതുപോലെ തന്നെ വൈകിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഇത് ബെഡിൽ ഇരുന്നിട്ട് ഇത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ശക്തമായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാകട്ടെ, വലിയ സങ്കല്പം മനസ്സിൽ ഉണ്ടാകുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. എല്ലാവർക്കും നന്മ നേരുന്നു, എല്ലാ മംഗളങ്ങളും നേരുന്നു. ഓക്കെ, ജയ് ഹിന്ദ്. എന്തെങ്കിലും ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി ഇതല്ല പിന്നീട് സംശയം തോന്നുവാണെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ ഉണ്ടാകും, നിങ്ങൾക്ക് എന്നെ ഫോൺ ചെയ്ത് ചോദിക്കാം. ഈ പറഞ്ഞ ടെക്നിക്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, ഞാൻ 10th ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇവിടുത്തെ. എൻ്റെ സംശയം ഇത്രയേ ഉള്ളൂ. ഇപ്പം സാർ ഇവിടെ ഒരുപാട് റോക്കറ്റ്സിനെ കുറിച്ച് പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എങ്കിലും ഞാൻ പത്രത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഈ പുനരുപയോഗിക്കുന്ന പര്യവേക്ഷണ വാഹനങ്ങൾ, അതായത് റീയൂസബിൾ റോക്കറ്റ്സ്. ഒരുപാട് പരീക്ഷണങ്ങൾ വിജയിച്ചു. അടുത്ത വർഷം 2030 ആകുമ്പം ഇന്ത്യക്ക് അങ്ങനെ ഒരു വാഹനം വിക്ഷേപിക്കാം. അങ്ങനെ ഒരുപാട് വാർത്തകൾ ഞാൻ കാണാറുണ്ട്. അപ്പൊ ഈ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനവും സാറിപ്പോ കാണിച്ച ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനങ്ങൾ കൊണ്ട് ഒരുപാട് വ്യത്യാസ ഗുണങ്ങളൊക്കെ ഉണ്ടാവല്ലോ. ഇപ്പൊ സാമ്പത്തികമായാലും അങ്ങനെ എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? നമ്മളെ എന്തുകൊണ്ടാണ് പുനരുപയോഗത്തിന് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ കണ്ട റോക്കറ്റിന്റെ ഘട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ആ സ്ട്രക്ചർ, മെക്കാനിക്കൽ സ്ട്രക്ചർ, ആ മെക്കാനിക്കൽ സ്ട്രക്ചർ ഒക്കെ വളരെ കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് തന്നെ സ്പേസ് എക്സ് നിങ്ങൾ കണ്ടു കാണും. സ്പേസ് എക്സിന്റെ ചില സ്റ്റേജുകൾ തിരിച്ചവഴികൊണ്ട് ലോഞ്ച് പാടി ഇറക്കുന്നത്. അതുപോലെ തന്നെ സ്പേസ് ഷട്ടിൽ അമേരിക്കയ്ക്കൊക്കെ ഉണ്ടായിരുന്നു, നമ്മളത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സ്പേസ് ഷട്ടിൽ കൊണ്ടുപോയി വിക്ഷേപിച്ചതിന് ശേഷം തിരിച്ചത് റൺവേ വന്ന് ഇറങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പം അതിനകത്ത് നമ്മൾ സ്റ്റഡി നടത്തുന്നുണ്ട്. വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് നമ്മുടെ സ്പേസ് ഷട്ടിൽ പോലുള്ള തിരിച്ചിറങ്ങുന്ന റോക്കറ്റിന്റെ പരീക്ഷണം. 2-3 പരീക്ഷണങ്ങൾ നമ്മൾ നടത്തി, വിജയകരമായിരുന്നു. അപ്പൊ അടുത്ത ഒരു 2-3 വർഷത്തിനുള്ളിൽ നമ്മളത് വിക്ഷേപിക്കും. അപ്പൊ അതിന്റെ ലാസ്റ്റ് ഘട്ടമായിരിക്കും അത് ഉപഗ്രഹത്തെ വിക്ഷേപിച്ചതിന് ശേഷം അത് തിരിച്ചു വന്ന് നമ്മുടെ ലോഞ്ച് പാഡിലോ റൺവേയിലോ മറ്റേ ഇറങ്ങുന്ന പരീക്ഷണമാണ്. അപ്പൊ അത് അഡ്വാൻസ് സ്റ്റേജാണ്. നമ്മൾ 2-3 വർഷത്തിനുള്ളിൽ പരീക്ഷണം നടത്തും. ഓക്കെ, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? അഭിമാനകരമായ കാര്യമാണ് ചന്ദ്രയാൻ 1, 2, 3 എല്ലാം. പക്ഷേ ചന്ദ്രയാൻ 2 ഒരു സോഫ്റ്റ് ലാൻഡിങ്ങിന് കഴിയാതാവും. സാർ അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്താവുകൊണ്ട് ചോദിക്കുന്നതാണ്. ചന്ദ്രയാൻ 2 നമ്മൾ വിചാരിച്ചു വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെയല്ല, എങ്കിലും കഴിഞ്ഞു. എങ്കിലും സോഫ്റ്റ് ലാൻഡിങ് പരാജയപ്പെടുകയും നമ്മുടെ രാജ്യത്തേക്ക് ഒരു വാർത്തയായി മാറുകയും ചെയ്തു. ചന്ദ്രയാൻ 2 ഒരുപാട് അച്ചീവ്മെന്റുകൾ നേടാൻ ചന്ദ്രയാൻ 3 സാധിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ചോദിക്കാൻ ഇത്രയേ ഉള്ളൂ, ചന്ദ്രയാൻ 3ലേക്ക് ചന്ദ്രയാൻ 2 എങ്ങനെയാണ് വഴിതെളിച്ചത്? ചന്ദ്രയാൻ 2 എന്ന ഒരു പ്രോജക്റ്റ് എങ്ങനെ ചന്ദ്രയാൻ 3ലേക്ക് വന്നു, അല്ലെങ്കിൽ ചന്ദ്രയാൻ 3 എത്രമാത്രം അത് സഹായകമായി ചന്ദ്രയാൻ 2 എന്ന പ്രോജക്റ്റ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതിനോട് ചന്ദ്രയാൻ 2 3 സെക്കൻഡിന് മുൻപായിട്ട് നമ്മൾ ക്രാഷ് ലാൻഡിംഗ് ആണ് നടത്തിയത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രയാൻ 2 ചന്ദ്രയാൻ 3 തമ്മിൽ വളരെ മാർജിനൽ ഡിഫറൻസേ നമ്മൾ ഉണ്ടായിട്ടുള്ളൂ. ചന്ദ്രയാൻ 2 പരാജയം പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. വളരെ കറക്റ്റായിട്ട് അതിൻ്റെ പരാജയം എന്താണെന്ന് വിലയിരുത്തി. ബേസിക്കായിട്ട് ഒരു സോഫ്റ്റ്വെയർ എററായിരുന്നു ചന്ദ്രയാൻ 2. എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ചന്ദ്രന്റെ അറ്റ്മോസ്ഫിയറിലെ അന്തരീക്ഷമില്ല, അറ്റ്മോസ്ഫിയർ ഇല്ല, അതായത് വായുവില്ല. അപ്പം അതിനെ ലാൻഡ് ചെയ്യിക്കാൻ ഇപ്പൊ ഭൂമിയിലാണെങ്കിൽ നമുക്ക് സ്പീഡ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് പാരച്യൂട്ടുകൾ ഉപയോഗിക്കാം, ഇല്ലേ? നമ്മൾ തിരിച്ച് നമ്മുടെ അസ്ട്രോണോട്ടൊക്കെ ഇറങ്ങാൻ പോകുന്ന പാരച്യൂട്ട് ഡിപ്ലോയ് ചെയ്തിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പാരച്യൂട്ട് ഡിപ്ലോയ് ചെയ്യുമ്പോഴത്തേക്കിന് ഈ വരുന്നതിന്റെ സ്പീഡ് കുറഞ്ഞു വരും. എന്നാൽ ചന്ദ്രന്റെ ഉപരിതലത്തില് എയറില്ല, മനസ്സിലായില്ല, വാതകം ഒന്നും ഇല്ലാത്തതുകൊണ്ട് പാരച്യൂട്ടൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനെ സ്പീഡ് കുറയ്ക്കാനും ഇതിനെ ഇറങ്ങുമ്പോൾ ഇതിനെ കൺട്രോൾ ഇതിന് കാലുകളുണ്ട്, നമ്മൾ കണ്ടല്ലോ, അതിന് ഇറങ്ങുന്ന കാലുകളിലാണ് ഇറങ്ങുന്നത്. അപ്പൊ അതിനെ
അതിന്റെ കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ഇതിന് ചരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും പ്രോപ്പറായിട്ട്. അപ്പൊ ഇതിനെ പ്രോപ്പറായിട്ട് നേരെ ഇറക്കാൻ വേണ്ടി കൺട്രോൾ സിസ്റ്റം ഉണ്ട്. അതായത് ഇങ്ങനെ ചരിഞ്ഞു പോകാതിരിക്കാൻ കൺട്രോൾ സിസ്റ്റം വർക്ക് ചെയ്യും. കൺട്രോൾ സിസ്റ്റം ത്രസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. കൺട്രോൾ സിസ്റ്റം ത്രസ്റ്റേഴ്സ് അത് ഞാൻ നേരത്തെ പറഞ്ഞ N2O4 MMH ഉള്ള അത് മിക്സ് ചെയ്തിട്ട് കത്തിച്ചിട്ട് ചെറിയ ചെറിയ ത്രസ്റ്റേഴ്സ് അതിന്റെ ചുറ്റിനുമുണ്ട്. ത്രസ്റ്റേഴ്സിനെ ഇപ്പൊ ചരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ത്രസ്റ്റേഴ്സിനെ ഈ സൈഡിൽ ഒരു ത്രസ്റ്റേഴ്സ് ഫയർ കഴിഞ്ഞാൽ ഇങ്ങനെ ചരി. അങ്ങനെ ത്രസ്റ്റേഴ്സ് വെച്ച് ഓപ്പറേറ്റ് ചെയ്ത് കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ആ കൺട്രോൾ സിസ്റ്റത്തിൽ വന്ന ഒരു സോഫ്റ്റ്വെയർ ഇററായിരുന്നു നമ്മുടെ മേജറായിട്ട് ചന്ദ്രയാൻ 2 പരാജയപ്പെടാൻ കാരണം. അതായത് നമ്മൾ ആ കൺട്രോൾ സിസ്റ്റത്തിന്റെ നമുക്ക് ഡൈനാമിക് റേഞ്ച് എന്ന് പറയും. അതായത് നമ്മൾ ഒരു ഇററി കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നില്ല ചന്ദ്രയാൻ 2-ൽ. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സ്റ്റഡി നടത്തിയതിനെക്കാട്ടി കൂടുതൽ ഒരു ഇറർ അതിന്റെ കൺട്രോൾ സിസ്റ്റത്തിൽ ഒരു ഇറർ ഉണ്ടായി. അതിനെ കറക്റ്റ് ചെയ്യാൻ അതുകൊണ്ട് സാധിച്ചില്ല. അപ്പൊ അത് കൺട്രോൾ സിസ്റ്റം കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി. അതുപോലെ തന്നെ ലാൻഡിംഗ് ലെഗുകളുണ്ടല്ലോ, ആ ലാൻഡിംഗ് ലെഗ് വന്ന് ഇടിച്ചു കഴിഞ്ഞാലും ഈ കൺട്രോൾ സിസ്റ്റം പോലും വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും വന്ന് ഇടിച്ചാൽ പോലും അതിന് മറ്റേ എന്താണ് പറയുക, ഡാമേജ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മെക്കാനിക്കൽ ഡിസൈനിലൂടെ നമ്മൾ ചേഞ്ച് ചെയ്യും. പക്ഷെ പരാജയ കാരണം മെയിനായിട്ട് കൺട്രോൾ സിസ്റ്റത്തിന്റെ ആയിരുന്നു ചന്ദ്രയാൻ 2-ൽ. ഈ രണ്ട് കാര്യങ്ങളാണ് മേജറായിട്ട് നമ്മൾ ചന്ദ്രയാൻ 3-ൽ വരുത്തിയത്. സാർ, ഇപ്പോൾ കൂടുതലായിട്ടും ഈ എയറോസ്പേസ് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ കൂടുതലും പുതിയ പുതിയ ആൾക്കാർ വരാൻ തുടങ്ങിയത് ഈ ഇടയ്ക്കാണ്. അപ്പം ഞാനും അങ്ങനെ എയറോസ്പേസിൽ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു നല്ലൊരു മെസ്സേജ് അങ്ങനെയായിട്ട് സാറിന് എനിക്ക് തരാൻ പറ്റും? ഒരു നല്ലൊരു മെസ്സേജ് ആയിട്ട്. വളരെ നല്ല കാര്യം. നിങ്ങൾ ഈ ശരിക്കും പറഞ്ഞ ഈ 8, 9, 10 ആ സമയത്താണ് എന്താണ് നിങ്ങളുടെ അഭിരുചി എന്ന് മനസ്സിലാക്കി ഏത് ഏരിയയിലാണ് നമ്മുടെ വരും കാലങ്ങളിൽ നമുക്ക് നമ്മുടെ മുന്നേറുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു വളരെ നല്ല കാര്യമാണ്. ആ രീതിയിൽ ആ കുട്ടി വളരെ നല്ലതാണ്. കാരണം എത്രയും നേരത്തെ നമ്മളത് മനസ്സിലാക്കുന്നു അത്രയും നമുക്ക് ആ ഏരിയയിൽ ആ മേഖലയിൽ നമുക്ക് കൂടുതൽ നമുക്കതിനെപ്പറ്റി പഠിക്കാനും കൂടുതൽ മുന്നേറാനും സാധിക്കും. അപ്പൊ നോക്കൂ, ഞാൻ പറഞ്ഞതിന്റെ കൂട്ട ഇസ്രോയിൽ നിങ്ങൾക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നോക്കൂ, ഈ IIT-കളിൽ അഡ്മിഷൻ കിട്ടിയാൽ ഏറ്റവും ബെസ്റ്റ് IIT ആണ് ഇന്നത്തെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് IIT. അതുപോലെ അല്ലെങ്കിൽ IIST, ഇസ്രോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇവിടെ നെടുമങ്ങാടുള്ളത്. IIST, IIT, NIT എന്ന് പറയും. NIT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, പണ്ടത്തെ REC റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ്, ഇന്നത്തെ NIT ആണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അതാണ് അതിന്റെ IIT, IIST, NIT. പിന്നെ നമ്മുടെ നല്ല എഞ്ചിനീയറിംഗ് കോളേജസ്, നമ്മുടെ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ്, കൊല്ലം TKM. നോക്കൂ, ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ആളാണ് ഇപ്പോഴത്തെ പ്രസന്റ് ചെയർമാൻ. അപ്പൊ നല്ല TKM കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ആളാണ്. അപ്പൊ ഈ നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചാലും മതി. പക്ഷെ നമ്മളെ എയിം ചെയ്യേണ്ടത് IIT-കളിൽ അഡ്മിഷൻ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. നമ്മൾ ഓൾ ഔട്ട് എഫേർട്ട് നടത്തിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. കലാം സാർ പറഞ്ഞതിനോട് അതൊരു സ്വപ്നമായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ അതല്ല നമ്മൾ കിട്ടുന്നത് നമ്മുടെ CET അല്ലെങ്കിൽ TKM എഞ്ചിനീയറിംഗ് കോളേജ് ഒക്കെ ആണെങ്കിൽ അത് നമ്മൾ അവിടെ ചെന്നതിന് ശേഷം അതിൽ ഏറ്റവും നല്ലതായിട്ട് ശോഭിക്കാൻ ശ്രമിക്കുക, ഏറ്റവും റാങ്ക് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഇസ്രോയിൽ റിക്രൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ എൻട്രൻസ് ടെസ്റ്റ് വെച്ചിട്ടാണ്. എൻട്രൻസ് ടെസ്റ്റുകളുണ്ട്. ടെസ്റ്റ് പാസ്സായതിനു ശേഷം ഇന്റർവ്യൂ ഉണ്ടാവും. അങ്ങനെ എപ്പെടാൻ പറ്റും. ഓക്കെ, നന്ദി. താങ്ക് യു. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, സയൻസ് ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ഒരു സെമിനാർ, ഒരു ക്ലാസ് എന്ന നിലയിലാണ് ഈ പ്രോഗ്രാം അവതരിപ്പിച്ചത്. അപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഫിസിക്സ് അധ്യാപകനാകാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ നേട്ടമായി ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ നമുക്ക് കൂടുതലും ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഫിസിക്സ്, കെമിസ്ട്രി, മറ്റ് വിഷയങ്ങളിലുള്ള അധ്യാപകർക്ക് തന്നെയാണ് അല്ലെങ്കിൽ കുട്ടികൾക്കാണ് എപ്പോഴും ISROയിലേക്ക് സെലക്ഷൻ നേടാൻ കഴിയുന്നത്.
അപ്പം അതിനുവേണ്ടിയുള്ള ഒരു വലിയ എന്താണ് അനുഭവമാണ് സാറിൻ്റെ പറഞ്ഞത്. വളരെ ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികൾക്ക് വളരെ ലളിതവും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ PSL GSLൊക്കെ വളരെ മനോഹരമായിട്ടാണ് സാറ് അവതരിപ്പിച്ചത്. എല്ലാവർക്കും അത് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും. അതോടൊപ്പം അതിനേക്കാൾ ഉപരി 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നതിന് വേണ്ടിയുള്ള അതാണ് മൈൻഡ് ഫോക്കസിങ്, അതുപോലെ തന്നെ നമ്മുടെ ഏകാഗ്രതയെക്കുറിച്ച് സാറ് വ്യക്തമായി അവതരിപ്പിച്ചു. അപ്പോൾ നിങ്ങളെല്ലാം അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ സ്കൂളിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും അത് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ട് ചെയ്ത് വിജയപ്രാപ്തിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ചെറിയ കാര്യം കൂടി, അപ്പോൾ നമുക്കറിയാം ഐഎസ്ആർഒ സയന്റിസ്റ്റ് എന്ന് പറയുന്ന ഒരാളൊക്കെ ഇവിടെ വന്ന് കുട്ടികളോട് ഇത്രയും സിമ്പിളായിട്ട് സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇത്രയും മനോഹരമായ ക്ലാസ്. അപ്പോൾ സാറെന്ന് പറയുന്നത് നമ്മുടെ ശേഖര ടീച്ചറാണ്. അപ്പോൾ തീർച്ചയായും അദ്ദേഹം നമ്മുടെ വെടിവേലി കൂട്ടത്തിൻ്റെ അംഗം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇനിയും, അതായത് ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും, ഓക്കെ, ശാസ്ത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ISROയുമായി ബന്ധപ്പെട്ട എന്ത് പരിപാടികൾക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. സാറിൻ്റെ ഉപദേശം ഉറപ്പായിട്ടും തേടാൻ കഴിയും. സാർ തീർച്ചയായിട്ടും അതിന് നമ്മളെ സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത്രയും മനോഹരമായ ലഭിച്ച രഘുനാഥ് സാറിന് സയൻസ് ഫെസ്റ്റിന്റെ പേരിലും വെടിവേലി കൂട്ടത്തിലെ നമ്മളുടെ ഓരോരുത്തരുടെയും പേരിലും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.